എന്താണ് വിപിൻ ആറ്റ്ലിയുടെ ആൻഡപ്പന്റെ അത്ഭുത പ്രവൃത്തികൾ? ആൻഡപ്പൻ്റെ അത്ഭുത പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ ബേസിക് ഐഡിയ എനിക്ക് തോന്നാൻ കാരണം ഈ ഫോർട്ട് കൊച്ചിയിൽ ഒരാളുടെ പേര് മാർട്ടിൻ എന്നാണെങ്കിൽ അവരെ മാർട്ടി എന്നാണ് ഫോർട്ട് കൊച്ചിക്കാർ വിളിക്കുക. അതുപോലെ ഒരാളുടെ പേര് ആൻ്റണി എന്നാണെങ്കിൽ ആൻറ്റി എന്നാണ് വിളിക്കുക. അപ്പം 30 വയസ്സ് കഴിഞ്ഞപ്പോൾ ആൻറ്റി എന്നൊരാൾക്ക് ക്രൈസ്റ്റ് ആണെന്ന് തോന്നുന്ന ഒരു ഐഡിയ എനിക്ക് പണ്ട് തോന്നുമായിരുന്നു ഇങ്ങനെ. അപ്പോൾ അയാൾ ആൻ്റണി എന്നുള്ള ആൾക്ക് ക്രൈസ്റ്റ് ആണെന്ന് തോന്നുകയാണ്. അപ്പോൾ പെട്ടെന്ന് അതോടുകൂടി നാട്ടുകാർ മുഴുവൻ ഇയാളെ ആൻറ്റി ക്രൈസ്റ്റായി എന്ന് പറയുന്ന ഒരു ഐഡിയ എന്നാണ് എനിക്ക് ആൻഡപ്പൻ്റെ അത്ഭുത പ്രവർത്തികളുടെ ഐഡിയ ഫോം ആവുന്നത്. 2026 ഇപ്പം ഒരാൾക്ക് അങ്ങനെ ക്രൈസ്റ്റാന്ന് തോന്നുകയാണെങ്കിൽ അയാൾ എന്തൊക്കെയായിരിക്കും ഇപ്പം സൊസൈറ്റിയോട് പറയുക, അത് പറയാനായിട്ട് ഒരു സ്റ്റോറിയിൽ ഞാൻ ഡെവലപ്പ് ചെയ്തു. അപ്പോൾ ബൈബിൾ കുറച്ച് സ്റ്റഡി ചെയ്തപ്പോൾ എനിക്ക് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ പല കാര്യങ്ങളും അല്ല ഇപ്പോൾ നടക്കുന്നത്. ഡിറ്റോ ബൈബിള് ഇപ്പോഴത്തെ നടക്കുന്ന സിസ്റ്റവും തമ്മിലുള്ള ചേഞ്ച് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതെങ്ങനെ നമ്മൾ നോക്കുമ്പം ഒരു സിനിമകളിലോ അല്ലെങ്കിൽ പല സ്ഥലത്തോ അത് പറയാറില്ല. അപ്പോൾ അത് പറയാനായിട്ടൊരു ഫിലിം എന്ന മീഡിയം ഉപയോഗിക്കുന്നതാണ് ഈ സിനിമയിൽ കൂടെ. അത് ഫണ്ണും എൻ്റർടൈനിങ്ങും ബാക്കിയുള്ള എല്ലാ മസാലകളും ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു മാറ്റർ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് ബൈബിൾ അറിയാവുന്നവർക്കും ഈ സിനിമ എൻ്റർടൈനിങ് ആണ്, അറിയാത്തവർക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാവുന്നവർക്ക് കുറച്ചുകൂടെ വളരെ ബേസിക് കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. സിനിമ ക്രൈസ്റ്റ് ജനിച്ചു, അല്ലെങ്കിൽ ക്രൈസ്റ്റ് മരിച്ചു, അല്ലെങ്കിൽ പെസഹ വ്യാഴം, അല്ലെങ്കിൽ ഗുഡ് ഫ്രൈഡേ, ഇങ്ങനെ ബേസിക് ആയിട്ട് കാര്യങ്ങൾ അറിയാവുന്ന എല്ലാവർക്കും ഈ സിനിമ എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെയാണ്. മാത്രമല്ല ഇതിനു മുമ്പ് ചെയ്ത ഹോംലി മീൽസിൻ്റെ കണ്ട ആൾക്കാർക്ക്, അവർക്ക് ഒരു ഫൺ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ട ഫൺ എലമെൻറ്റ്സ് എല്ലാം കൂട്ടി ഒരു പക്ക മസാല ഫോർമാറ്റിലാണ് ഈ സിനിമ, മാസ് മസാല ഫോർമാറ്റിലാണ് ഈ സിനിമ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ആൻഡപ്പൻ്റെ അത്ഭുത പ്രവർത്തികളുടെ പ്രത്യേകതകൾ. ഓക്കെ, ആൻഡപ്പൻ്റെ അത്ഭുത പ്രവൃത്തിക്ക് സെൻസർ കിട്ടിയില്ല. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ബോംബെ പോകുന്നു, സെൻസർ കിട്ടുന്നു, സർട്ടിഫിക്കറ്റ് കിട്ടുന്നു. അതിന് മാത്രം എന്താ ഈ ആൻഡപ്പൻ്റെ അത്ഭുത പ്രവൃത്തികളുള്ളത്? ആൻഡപ്പൻ്റെ അത്ഭുത പ്രവർത്തികൾ എന്ന സിനിമയ്ക്ക് ഇവിടെ സെൻസർ കിട്ടാത്തതിൻ്റെ പ്രധാന കാരണമായിട്ട് അവർ പറഞ്ഞത്, ഈ എന്നോട് സെൻസറിൻ്റെ ചെയർമാൻ പറഞ്ഞത്, നമ്മൾ റിലീജിയസ് റിച്വൽസിനെ നമ്മൾ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. റിച്വൽസ് വർഷങ്ങളായിട്ടുള്ളതാണ്, അതിനെ നമ്മൾ ചോദ്യം ചെയ്തൊരു സിനിമ എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് ബേസിക്കലി ഇത് ബൈബിൾ ബേസ്ഡ് ആകുമ്പോൾ ഇതിനകത്ത് പറയുന്ന കാര്യങ്ങളും ബൈബിളിൽ പറയുന്ന കാര്യങ്ങളും ഇപ്പോൾ ചെയ്യുന്നത് തമ്മിലുള്ള ഭയങ്കരമായിട്ടൊരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഒരു പരിപാടി പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇവിടെ ഉള്ള പല സിസ്റ്റത്തിനും എതിരായിട്ട് സംസാരിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അവർ പറഞ്ഞു, നമുക്ക് അങ്ങനെ സംസാരിക്കേണ്ട ആവശ്യം എന്താണെന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ഇവിടുത്തെ സെൻസർ കിട്ടാത്തത്. അങ്ങനെയാണ് നമ്മൾ ബോംബെ, അപ്പോൾ ഒരുപാട് സീൻസ് കട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ സംസാരിക്കുന്ന രംഗങ്ങൾ കട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പം എൻ്റെ തോട്ടത്തിൽ അത്ര ഹാംഫുൾ രംഗങ്ങളല്ല, പക്ഷേ ഇവിടുത്തെ ബോർഡിനെ സംബന്ധിച്ചിടത്തോളം അത് ഹാംഫുൾ ആയിട്ട് തോന്നി. അതുകൊണ്ട് അവർ ഇവിടുത്തെ സീക്വൻസുകൾ കട്ട് ചെയ്തിട്ട് എനിക്കൊരു 1 hour 15 minutes ഈ സിനിമയിൽ നിന്ന് കട്ട് ചെയ്യേണ്ട വരും എന്ന് പറഞ്ഞിട്ട് നമ്മൾ റീസെൻസറിന് അപ്ലൈ ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ് നമുക്കൊരു 6 മാസം കഴിഞ്ഞിട്ടാണ് നമുക്ക് ബോംബെ നമ്മൾ വിളിക്കുന്നതും നമ്മൾ റീസെൻസറിന് പോകുന്നതും. അവിടെ നിന്ന് നമ്മൾ ചെറിയൊരു ഫൈറ്റോട് കൂടി ഈ സിനിമ നമുക്ക് സെൻസർ കിട്ടാനുള്ള കാരണം, സർട്ടിഫിക്കറ്റ് തരാൻ കാരണം അതിനകത്ത് കുട്ടികൾക്ക് കാണാൻ പറ്റാത്തതായിട്ട് ഒന്നും ഉണ്ടായിട്ടല്ല, ബേസിക്കലി റിലീജിയസ് സബ്ജക്റ്റ് ആയതുകൊണ്ട്. അവർ എന്നോട് ചോദിച്ചു, വിത്തൗട്ട് കട്ട്സ് വേണോ, വിത്ത് കട്ട്സ് വേണോ? അപ്പോൾ ഞാൻ പറഞ്ഞു വിത്തൗട്ട് കട്ട്സ്. അത് നമ്മൾ പറഞ്ഞിരിക്കുന്ന മാറ്ററുകളെല്ലാം അതേപടി കീപ്പ് ചെയ്ത് തന്നെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം അതിനകത്ത് ഫാമിലിക്ക് കാണാൻ പറ്റാത്തതൊന്നുമില്ല, പക്ഷേ റിലീജിയസ് മാറ്റർ പറയുന്നതോട് മാത്രമാണ് അവർ നമുക്ക് സർട്ടിഫിക്കറ്റ് ചെയ്തത്. വിപിൻ ആറ്റ്ലി എല്ലാ സിനിമകളും ഒരുപാട് ചോദ്യങ്ങൾ സമൂഹത്തോട് ചോദിക്കുന്ന സിനിമകളാണ്. അതൊരു ഫണ്ണായിട്ടാണെങ്കിലും സീരിയസ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഒരു ആർട്ടിസ്റ്റിന് അല്ലെങ്കിൽ ഒരു കലാകാരന് അവന്റെ തോട്ട് പ്രോസസ്സുകളെ ഇന്നും ചോദ്യം ചെയ്യലൂടെയാണ് എല്ലാ കലകളും മുന്നോട്ട് വന്നിട്ടുള്ളത്. അപ്പൊ അവന്റെ ഇൻഡിപെൻഡൻസിയെ ചോദ്യം ചെയ്യുന്നുണ്ടോ ഈ കൈൻഡ് ഓഫ് കൺട്രോളുകൾ? മീൻസ് സെൻസർ ബോർഡിന് ഒരിക്കലും എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾക്ക് നമ്മുടെ ജോലി എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രൂ ആയിട്ട് തോന്നുന്ന ഒരു സാധനം ഉണ്ടാക്കുക എന്ന് മാത്രമാണ്. അത് എൻ്റർടൈനിങ് ആയിട്ട് നമുക്കൊരു മാറ്റർ പറയാനുണ്ടാവുക, അത് എത്രത്തോളം എൻ്റർടൈനിങ് ആയിട്ട് പറയാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് സെക്കൻഡ് തിങ്. ഈ 2 സാധനങ്ങളും ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ജോലി കഴിഞ്ഞ ശേഷമാണ് നമ്മളൊരു കമ്മിറ്റിയുടെ മുമ്പിൽ ഇരുന്നിട്ട് നമ്മൾ ഇത് പ്രദർശിപ്പിക്കും. അവർ നമ്മളോട് അതിൻ്റെ കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് അപ്പോഴാണ് നമുക്ക് തോന്നുന്നത്, അയ്യോ ഇതൊരു നമ്മൾ ഇത്രയും ക്രിയേറ്റീവ് ബൗണ്ടറിക്ക് പുറത്തോട്ട് പോകാൻ പാടില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ആസ് എൻ ആർട്ടിസ്റ്റ് നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും. കാരണം നമ്മൾ അപ്പോൾ ഇത്ര നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ഞാൻ സെൻസറിനോട് ചോദിച്ചത്, നമ്മൾ ബേസിക്കലി നിങ്ങളൊക്കെ ഇരിക്കുന്നത് തന്നെ നമുക്കൊരു
ഫ്രീഡം ഓഫ് സിനിമകൾ ചെയ്യാൻ പറ്റുന്ന ഒരു വിശ്വാസത്തിന് വേണ്ടിയാണ് ഇത് ഇരിക്കേണ്ടത്. അല്ലാണ്ട് ഇത് അടയ്ക്കാൻ വേണ്ടിയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു ഡിഫറെൻറ്റ് പരിപാടികൾ ട്രൈ ചെയ്യാൻ പറ്റില്ല. ഓഫ് കോഴ്സ് നോർമൽ മൂവീസ് ട്രൈ ചെയ്യുന്നതിന് കുഴപ്പമില്ല, പക്ഷെ ഒരു ബാരിയർ വിട്ട് പിടിക്കുമ്പോൾ അവർക്ക് പിടിക്കുമ്പോൾ നമ്മൾ ക്രിയേറ്റേഴ്സിന് ഒരു ലിമിറ്റിനകത്ത് മാത്രം ഒന്ന് സിനിമ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു അവസരം, ഒരു 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 സ്ഥിതിവിശേഷം വരാറുണ്ട്. വിപിനാട്ടിന്റെ ആദ്യ സിനിമ ഹോംലി മീൽസ് ഇന്നും ട്രോളുകളിലും ഇവിടെ ഓൺലൈനിലൊക്കെ ഭയങ്കര ചർച്ച ചെയ്യപ്പെടുന്ന ആൾ രസിക്കുന്ന ഒരുപാട് സീക്വൻസ് ഉള്ള സിനിമയാണ്. രണ്ടാമത്തെ സിനിമയായ ബെന്ന് നാഷണൽ വൈസും സ്റ്റേറ്റ് അവാർഡ് നാഷണൽ അവാർഡൊക്കെ വിൻ ചെയ്തിട്ടുള്ള ഒരു പക്ക തിയേറ്റർ മെറ്റീരിയൽ തന്നെയായിരുന്നു. അതിനുശേഷം മ്യൂസിക്കൽ ചെയർ പോലെ ഇല്ലെങ്കിൽ പൊമ്പിളൊരുമ പോലെ ഒരു OTT ഇല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡന്റ് സിനിമകൾ ഒരുപാട് ഇറങ്ങി. അപ്പം ഇത് ആ ഒരു ജനറൽ അല്ല എന്നതിൽ വളരെ എവിഡന്റ് ആയിട്ട് എൻ്റെ പോസ്റ്റേഴ്സിലാണെങ്കിലും എല്ലാം ഉണ്ടെങ്കിലും ആ ഓഡിയൻസ് വീണ്ടും ഇതൊരു അവാർഡ് കൈൻഡ് ഓഫ് സിനിമയാണെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ഓഡിയൻസ് ഉണ്ടാവും. അവരോട് എന്താണ് വിപിനാട്ടിലേക്ക് പറയാനുള്ളത്? ഇത് ബേസിക്കലി നമ്മൾ ഓരോ സിനിമ എടുക്കുമ്പോഴും നമ്മളതിന് ആ ചെയ്യുന്ന സിനിമയുടെ ട്രൂ ആയിരിക്കുക എന്ന് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്നാണ് എനിക്ക് തോന്നാറ്. ഇപ്പം നമ്മൾ ഹോംലി മീൽസ് ചെയ്തപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മുടെ പ്രധാനപ്പെട്ട ഒരു മോട്ടീവ്. രണ്ടാമത് ബെൻ ചെയ്തപ്പോൾ എനിക്കൊരു സീരിയസ് ആയിട്ടൊരു സബ്ജക്റ്റ് ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു. മ്യൂസിക്കൽ ചെയർ ചെയ്തപ്പോൾ എനിക്കൊരു ആ ഒരു സ്ക്രിപ്റ്റിനോട്, ഞാൻ എഴുതിയൊരു സ്ക്രിപ്റ്റിനോട് എനിക്ക് തോന്നിയൊരു ഡിഫറൻസ് ആയിരുന്നു. ആൻഡപ്പൻ ചെയ്യുമ്പോൾ എനിക്ക് എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്നത് ഈ ഒരു കൺസെപ്റ്റിനെ, ഒരു ബൈബിൾ റിലേറ്റഡ് ആയിട്ടുള്ള കൺസെപ്റ്റിനെ എത്രത്തോളം ആൾക്കാരിലേക്ക് എത്തണമെങ്കിൽ ഞാനത് മാക്സിമം എൻ്റർടൈനിങ് ആയിട്ട് പറയണം. അതിനെ ഞാൻ ഒരിക്കലും ഒരു എന്താ പറയുക, ഒരു ഡിഫറെൻറ്റ് ഫിലിം അല്ലെങ്കിൽ ഒരു കുറച്ച് ആൾക്കാർക്ക് മാത്രം കാണുന്ന ഒരു സിനിമയുടെ പാറ്റേണിലോട്ട് ഒതുക്കി കഴിഞ്ഞാൽ അത് ആ റീച്ച് കുറയുന്നതുകൊണ്ടാണ് ഞാൻ ആൻഡപ്പൻ എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ഫൺ പാക്ട് ഫിലിം അല്ലെങ്കിൽ ഒരു എൻ്റർടൈനറായിട്ട് മാക്സിമം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ലിമിറ്റ്സിൽ വെച്ചിട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ആൻഡപ്പൻ ഇസ് ആൻ എൻ്റർടൈനർ ഫിലിം. റീസെന്റ് ഒരുപാട് സിനിമകൾ റിലീജിയസ് വൈസിൽ ഇവിടെ വന്നിട്ടുണ്ട്. ഇതെല്ലാം ഭയങ്കര ബ്ലോക്ക് ബസ്റ്റർ സിനിമകളൊക്കെയാണ്. ഇതെല്ലാം ആ റിലീജിയസിന്റെ ടോപ്പപ്പ് ചെയ്യുന്ന ഇല്ലെങ്കിൽ അതിനെ എൻഹാൻസ് ചെയ്യുന്ന കൈൻഡ് ഓഫ് സിനിമകളാണ്. ഇപ്പം മാളികപ്പുറം ആണെങ്കിലും അല്ലെങ്കിൽ ഒരുപാട് അങ്ങനെ ഇതൊക്കെ ഗുഡ് ഇപ്പം ഒരുപാട് ഇമ്പാക്ട് ഉണ്ടാകുന്നുണ്ട്. അവിടെ എന്തുകൊണ്ട് അങ്ങനെ ട്രൈ അല്ലാതെ ഇതിനെ ഒരു വേറെ ഇതിൽ എന്തുകൊണ്ട് വിപിനാലി ട്രൈ ചെയ്യുന്നു? ബേസിക്കലി ഈ ഇവിടെ ഉണ്ടായിരിക്കുന്ന റിലീജിയസ് സിനിമകളെല്ലാം വേറൊരു രീതിയിൽ അത് പൊളിറ്റിക്കലായിരിക്കാം, അങ്ങനെ വേറെ പല കാര്യങ്ങൾക്കും വേണ്ടി മനഃപൂർവ്വം ഡിസൈൻ ചെയ്തിട്ടുള്ള സിനിമകളായിരിക്കാം. ആൻഡപ്പൻ എന്ന് പറഞ്ഞാൽ പ്യുവർലി ക്രൈസ്റ്റ് റിലേറ്റഡ് സിനിമ ആയതുകൊണ്ട് ഇതിനകത്ത് വാട്ട് ക്രൈസ്റ്റ് സെഡ് എന്നതിനപ്പുറത്തേക്ക് ഈ സിനിമ പുറത്തോട്ട് പോയിട്ടില്ല. അപ്പം അതിന് പുറത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് അതിനെ ആ പുള്ളി പറയുന്നതല്ലാത്ത രീതിയിൽ എന്തൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ടോ, ചർച്ചാണെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ എവിടെയാണെങ്കിലും അത് എന്തൊക്കെ സൊസൈറ്റി ആണെങ്കിലും അതിനെ പറ്റി മാത്രമുള്ള സിനിമയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, ഫാക്റ്റ് പറയാൻ വേണ്ടി മാത്രം നമ്മൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് റിലീജിയസ് ഫിലിം എന്ന് പറയുന്നതിന് പകരം ഇതൊരു ക്രൈസ്റ്റ് റിലേറ്റഡ് ഫിലിം, അതിനെ റിലീജിയസ് ആയിട്ട് കാണേണ്ട രീതിയിൽ കാണേണ്ട കാര്യമില്ല. ആ കാര്യങ്ങൾക്ക് എത്രത്തോളം പറഞ്ഞ കാര്യങ്ങളും ഇപ്പം നടക്കുന്ന സിസ്റ്റവും തമ്മിലുള്ള ഡിഫറൻസ് കാണിക്കാൻ വേണ്ടിയാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അതിനൊരു ഗ്ലോറിഫിക്കേഷൻ മെറ്റീരിയൽ ഇല്ല പടത്തിൽ. 17-ാം തീയതി തിയേറ്ററിൽ വരുന്ന പ്രേക്ഷകരോട് വിപിനാട്ലി എന്ന ഡയറക്ടറിന് പറയാനുള്ളത്? ബേസിക്കലി ഇത് നമ്മൾ ഒരു സിനിമ കാണാൻ വരുന്ന ഓഡിയനോട് നമുക്ക് അതിന് മുമ്പ് പറയാനായിട്ടുള്ള എനിക്കൊരു മെറ്റീരിയൽ ഇല്ല. ആക്ച്വലി എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഈ സിനിമ ഇന്ന റീസണിന് വേണ്ടി കാണാൻ വരണം, അല്ലെങ്കിൽ ചിരിക്കാൻ വേണ്ടി കാണാൻ വരണം, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സീരിയസ് സബ്ജക്റ്റ് വേണ്ടി കാണാൻ വരുന്നു എന്നുള്ളതല്ല. ഇതൊരു ഡിഫറെൻ്റ് അറ്റംപ്റ്റാണ്. ഞാനൊരു ഒരു ഡിഫറെൻ്റ് അറ്റംപ്റ്റ് ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ട്രൈ ഔട്ട് ചെയ്ത ഒരു സബ്ജക്റ്റ്, നമുക്കൊരു സാധനം ഇഷ്ടപ്പെടുമ്പോൾ അത് കുറേ പേർക്കും കൂടി നമ്മളുടെ ചിന്താഗതികളുള്ള ആൾക്കാർക്ക് കൂടി ഇഷ്ടപ്പെടും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ആൾക്കാർക്കൂടെ കാണുമ്പോൾ അവർക്കും കൂടി ഇഷ്ടപ്പെടുന്നൊരു വിശ്വാസമാണല്ലോ നമ്മളൊരു സിനിമയിലേക്ക് എത്തിക്കുന്നതിലേക്ക് ഒരു സബ്ജക്റ്റ് ചെയ്യാനുള്ള കോൺഫിഡൻസ് തരുന്നത്. അപ്പം എനിക്ക് തോന്നുന്നത് നിങ്ങൾ വന്ന് കണ്ടു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഓഡിയൻസിന് കണ്ടു കഴിയുമ്പോൾ എൻ്റെ തോട്ട്, ഞാൻ എന്താണോ ഈ സിനിമയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റ്, അത് അവർക്ക് കിട്ടും, അത് അവർ എൻജോയ് ചെയ്യും എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. അല്ലെങ്കിൽ അത് അവർക്കത് കുറച്ചും കൂടി ഒരു ഇതിൻ്റെ സബ്ജക്റ്റിനൊരു സീരിയസ്നെസ് ഉണ്ട്. നമ്മൾ വെറുതെ പറയുന്നതല്ല, ഇതിനകത്ത് നമ്മൾ ഇതുവരെ പറയാത്തൊരു കാര്യമാണ് സിനിമയിൽ കൂടി പറയുന്നത് തോന്നിക്കുന്ന ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് ഇതുവരെ പറയാത്തൊരു കാര്യം പറയാൻ ശ്രമിച്ചിരിക്കുന്ന ഒരു സിനിമ എന്ന രീതിയിൽ ഈ സിനിമ കാണാൻ വരുന്നത് നന്നായിരിക്കും. വിപിനാട്ലി എന്ന ഡയറക്ടർ ലുക്ക് ആഫ്റ്റർ ചെയ്യുന്ന ഒരുപാട് ന്യൂജൻ ഫിലിം മേക്കേഴ്സ് ഇന്ന് മലയാളത്തിലുണ്ട്. അവരോട് ആസ് എ ഫിലിം മേക്കർ വിപിനാട്ലിക്ക് എന്താ പറയാനുള്ളത്? അല്ലേ, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കങ്ങനെ ഓരോ ഫിലിം മേക്കേഴ്സിന് അവരുടേതായ എഡിറ്റ് ഉണ്ട്, അവരുടേതായ രീതിയിൽ ഓരോ പെയിനിൽ കൂടി പോയും ഓരോ ലൈഫ് എക്സ്പീരിയൻസ് കൂടി പോയിരിക്കും ഓരോരുടെ ഓരോ കഥകളിലോ അല്ലെങ്കിൽ അവരുടെ ഒരു സ്ക്രിപ്റ്റ് ഡിസൈനിലോ എത്തുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് ഡിഫറെൻ്റ് ആണ്.
അപ്പം എൻ്റെ എക്സ്പീരിയൻസ് ഡിഫറെൻ്റ് ആണ്. അപ്പം നമ്മൾ പറയുന്ന സാധനം ഒറിജിനലായിട്ട് പറയാമെന്നുള്ളതല്ലാണ്ട് നമുക്ക് പക്ഷേ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി നമുക്ക് കുറച്ച് ഫാക്ടേഴ്സ് ആഡ് ചെയ്യേണ്ടി വരും. പക്ഷേ ആഫ്റ്റർ ഓൾ നമ്മൾ ആ ഒറിജിനൽ ഐഡിയ നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടാവണം സൊസൈറ്റിനോട് എന്നുള്ളതാണ് എനിക്ക് തോന്നാറുള്ളത്.